ഫെബ്രുവരി 27 ദുഃഖിതയായ കന്യാമറിയത്തിൻ്റെ ഗബ്രിയേൽ. കന്യാമറിയത്തിൻ്റെ ദുഃഖങ്ങളോടുള്ള തൻ്റെ വലിയ ഭക്തിയാലാണ് ഗബ്രിയേൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് പൊസന്തി, വാഴ്ത്തപ്പെട്ട കന്യകയുടെ ഗബ്രിയേൽ, ദുഃഖിതയായ അമ്മയുടെ ഗബ്രിയേൽ പൊസന്തി, ഗബ്രിയേൽ മേരി പൊസന്തി, ഗബ്രിയേൽ ഡെൽ അഡോലോറാറ്റ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. കേവലം 23 വയസ്സുവരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഫ്രാൻസിസ്കോ പൊസന്തി 1838 മാർച്ച് 1 സാൻ്റെ പൊസന്റിയുടെയും ആഗ്നസ് ഫ്രിസിയോട്ടിയുടെയും 13 മക്കളിൽ 11ാമത്തെ കുട്ടിയായി അസീസിയിൽ ജനിച്ചു. സാൻ്റെ പ്രാദേശിക ഗവൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്ന അസീസി പട്ടണത്തിലായിരുന്നു അന്ന് കുടുംബം താമസിച്ചിരുന്നത്. ഫ്രാൻസിസ്കോ ജനിച്ച ദിവസം തന്നെ സ്നാനമേറ്റു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും സെയിൻറ്റ് ക്ലെയറും സ്നാനമേറ്റ അതേ സ്നാനക്കുളത്തിൽ അദ്ദേഹത്തിന് സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ പേര് നൽകി. ഫ്രാൻസിസിൻ്റെ കുടുംബത്തിൽ 6 മാസം പ്രായമായ കുഞ്ഞും 9 വയസ്സുള്ള സഹോദരി അഡേലയും മരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മ ഹൃദയം തകർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഫ്രാൻസിസിന് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയെ നഷ്ടപ്പെട്ടത്. ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠനമാരംഭിച്ച ഫ്രാൻസിസ്കോ പിന്നീട് തൻ്റെ പിതാവ് മജിസ്ട്രേറ്റായിട്ടിരിക്കുന്ന സ്പൊലേറ്റോയിലേക്ക് താമസം മാറ്റുകയും അവിടെ ജെസ്യൂട്ട് കോളേജിൽ പഠിച്ചു. അവൻ എല്ലാത്തിലും സജീവവും ബുദ്ധിമാനും സ്കൂളിൽ ജനപ്രിയനുമായിരുന്നു. 16-ാം വയസ്സിൽ അദ്ദേഹത്തിന് മാരകമായ ഒരു രോഗം പിടിപെട്ടു. രോഗശാന്തിക്കായി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് ഒരു മതവിശ്വാസിയാകുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും സുഖം പ്രാപിച്ചതോടെ ഫ്രാൻസിസ് തൻ്റെ വാഗ്ദാനം പെട്ടെന്ന് മറന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളി നിഷേധിക്കപ്പെട്ടില്ല. ഫ്രാൻസിസ് താമസിയാതെ തൻ്റെ ഹൃദയം പാഷനിസ്റ്റുകളുടെ സഭയിലേക്ക് തിരിച്ചു. കൗമാരക്കാരനായ മകൻ്റെ തീരുമാനത്തിൽ സാൻ്റെ പൊസന്തി അത്ര തൃപ്തനായിരുന്നില്ല. തിയേറ്റർ, സൊസൈറ്റി പാർട്ടികളുടെ മതേതര ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ഫ്രാൻസിസിന് കാണിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. ഫ്രാൻസിസ് ഒരു സാമൂഹിക ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുമെന്ന് പിതാവ് സാൻ്റെ കരുതി. എന്നാൽ പഠനം പൂർത്തിയാക്കിയ ഉടനെ ഒരു ഡൊമിനിക്കൻ സന്യാസിയായ സഹോദരൻ അലോഷ്യസിനോടൊപ്പം ഫ്രാൻസിസ് മോറോവല്ലിലെ പാഷനിസ്റ്റുകളുടെ നവീകരണ ശുശ്രൂഷ രംഗത്തേക്ക് അവരുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് വലിയൊരു സ്നേഹത്തിൻ്റെ ഉടമയായി വളർന്നു വന്നു. ഫ്രാൻസിസ് പാഷനിസ്റ്റ് കൂട്ടായ്മയിലേക്ക് ചേർന്ന 1856 സെപ്റ്റംബർ 21 ദുഃഖിതയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പാഷനിസ്റ്റുകൾ പേര് നൽകി ദുഃഖിതയായ അമ്മയുടെ ഗബ്രിയേൽ ഒരു മികച്ച വിദ്യാർത്ഥിയാണെന്ന് തെളിയിച്ചു. അക്കാദമിക് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത വലിയ പുരോഗതിയെ മറികടന്നു. അതേസമയം ഗബ്രിയേൽ ക്ഷയരോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. വാസ്തവത്തിൽ സന്തോഷവാനായിരുന്ന ഗബ്രിയേലിനെ ഈ വാർത്ത വിഷമിപ്പിച്ചില്ല. ആത്മീയമായി സ്വയം ഒരുങ്ങുവാൻ കഴിയത്തക്കവണ്ണം സാവധാനത്തിനുള്ള മരണത്തിനായി അവൻ പ്രാർത്ഥിച്ചിരുന്നു. അസുഖത്തിലുടനീളം അദ്ദേഹം സന്തോഷവാനായിരുന്നു. പതിവ് രീതികളെല്ലാം പാലിച്ചു. ഇറ്റലിയിൽ ഇത് ബുദ്ധിമുട്ടുള്ളതും പ്രക്ഷുബ്ധവുമായ സമയങ്ങളും കൂടിയായിരുന്നു. ഗബ്രിയേൽ ഉൾപ്പെട്ടിരുന്ന പുതിയ പാഷനിസ്റ്റ് പ്രവിശ്യയായ പിയറ്റ ഈ അരാജകത്വത്തിൻ്റെ ആളുകളുടെ പിടിയിലായിരുന്നു. 1860 സമൂഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ കാരണം പാഷനിസ്റ്റുകൾ അപ്പസ്തോലിക പ്രവർത്തനം നിർത്തി. ഈ കാലയളവിൽ വിവിധ ഇറ്റാലിയൻ പ്രവിശ്യകൾ പട്ടാളക്കാർ കീഴടക്കി. അവർ പട്ടണങ്ങളെ കൊള്ളയടിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. 23-ാം വയസ്സിൽ ക്ഷയരോഗബാധിതനായ ഗബ്രിയേൽ 1862 ഫെബ്രുവരി 27 പൗരോഹിത്യത്തിലേക്കുള്ള തൻ്റെ നിയമനത്തിന് മുമ്പ് മരിച്ചു. പ്രാർത്ഥനയോടുള്ള അവൻ്റെ വിശ്വസ്തതയും ആത്മാവിൻ്റെ സന്തോഷവും പതിവ് ശോചനീയാവസ്ഥയും അവൻ്റെ സാധാരണ ജീവിതത്തിൽ വേറിട്ട് നിൽക്കുന്നു. 1920 മെയ് 13 ബെനഡിക്ട് 15 മാർപ്പാപ്പ ഗബ്രിയേലിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും കത്തോലിക്കായ യുവജനങ്ങളുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ, സെമിനാരിക്കാർ, തുടക്കക്കാർ, വൈദികർ എന്നിവർക്കും അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വം സഭ അഭ്യർത്ഥിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടും ദുഃഖിതയായ മാതാവ് മറിയത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയ്ക്ക് ആയിരക്കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സാക്ഷ്യം നൽകുന്നു. ഗബ്രിയേലിനെ അദ്ദേഹത്തിൻ്റെ മരണദിവസം തന്നെ അടക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലെ സഹചാരി വാഴ്ത്തപ്പെട്ട ബെർണാഡ് ഓഫ് മേരി ജീസസ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം നേടിയ സദ്ഗുണങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നതിനാൽ ഞാൻ ലജ്ജ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ മാർച്ചിലും ഇറ്റലിയിലെ അബ്രൂസോ, മാർഷെ മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ
അവർ പ്രതീക്ഷിക്കുന്ന ബിരുദദാന ദിനത്തിന് 100 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സന്ദർശിച്ച് അവരുടെ അന്തിമ പരീക്ഷകളിൽ വിജയം നേടുന്നതിനായി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. എല്ലാ 2 വർഷത്തിലും ജൂലൈ പകുതി മുതൽ ഒക്ടോബർ ആരംഭം വരെ സെയിൻറ്റ് ഗബ്രിയേൽ സാഞ്ചുറിയിൽ സമകാലിക മതകലകളുടെ ഒരു ആഘോഷമായ പ്രദർശനം നടത്തുന്നു. പ്രതിവർഷം ശരാശരി 2 ദശലക്ഷം സന്ദർശകരുള്ള ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന 15 സന്ദർശന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പല അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ ഒരു രോഗത്തിൽ നിന്ന് തന്നെ സുഖപ്പെടുത്തുകയും ഒരു പാഷനിസ്റ്റ് ജീവിതത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്തത് വിശുദ്ധ ഗബ്രിയേലാണെന്ന് വിശുദ്ധ ജെമ്മ ഗൽഗാനി പ്രഖ്യാപിച്ചു. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, ദൈവവിളി ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും ദുഃഖിതയായ കന്യകാമാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിൻ്റെ മധ്യസ്ഥത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.